എല്ലാവർക്കും നമസ്കാരം. കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ കേരളത്തിലെ മാതാപിതാക്കളുടെ ഉള്ളിൽ രോഷവും അമർഷവും എല്ലാം പൊട്ടിയൊഴുകിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ആകെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണം, അല്ലെങ്കിൽ നിതിൻ രാജിൻ്റെ കൊലപാതകം. ഇതുപോലെ തന്നെ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ മേത്ത് ഇങ്ങനെ കോമ്പസിന് ആഞ്ഞാഞ്ഞ് കുത്തിക്കിഴിച്ചത്. ഈ 3 സംഭവങ്ങളിൽ 2 സംഭവമാണ്, ഒന്ന് സിദ്ധാർത്ഥൻ്റെ സംഭവവും കൊലപാതകവും, കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് വിഭാഗത്തിലെ ആ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മേത്ത് കോമ്പസ് വെച്ച് കുത്തിക്കിഴിച്ചതും കേരളത്തിലെ പൊതുസമൂഹം SFIയെ വെറുത്തുപോയ 2 സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെല്ലാം അധികമായി കേരള മനസാക്ഷിയെ ആഴമായി മുറിപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 1.5 വയസ്സുള്ള അക്ഷയ് എന്ന് പേരായ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങൾ. നെടുമങ്ങാട് പനവൂരിലാണ് 1.5 വയസ്സുകാരനോട് ഈ രണ്ടാനച്ഛൻ ഇതുപോലെ കൊടും ക്രൂരതകൾ ചെയ്തത്. എന്നതൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ 1.5 വയസ്സുകാരൻ വിശന്ന് കരഞ്ഞാൽ തീ വെച്ച് പൊള്ളിക്കും. 1.5 വയസ്സുകാരൻ വാശി പിടിച്ചാൽ കിട്ടാവുന്നിടത്തെല്ലാം തൊഴിക്കും. 1.5 വയസ്സുകാരൻ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അവൻ്റെ ജനനേന്ദ്രിയം കീറി മുറിച്ചു. 1.5 വയസ്സുകാരൻ ബൈക്കിൽ കയറാൻ ശ്രമിച്ചതിന് 2 കൈയും തല്ലി ഒടിച്ചു. ആ 2 കൈയും തല്ലി ഒടിച്ചിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പം വെളിയിൽ വന്നിരിക്കുന്നത്. ചെളിവെള്ളത്തിൽ ഇറങ്ങിയതിന് കാൽ വിരലുകൾ പൊള്ളിച്ചു. പല പീഡനങ്ങളും അമ്മയുടെ മുമ്പിൽ വെച്ച്. നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കുഞ്ഞിനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയറ പുറകിൽ നിന്ന് അടിച്ച് കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ കുഞ്ഞിനെ ഭിത്തിയിൽ അടിച്ച് കൊലപ്പെടുത്തിയത്. കുഞ്ഞിൻ്റെ അമ്മയായ അഖിലയും 2ാം ഭർത്താവ് അഷ്കർ എന്ന് പറയുന്ന ഒരു പരമദുഷ്ടനുമാണ് ഇതിനകത്തെ പ്രതികൾ. തങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം, ആ ജീവിതത്തിന് ഈ കുഞ്ഞ് തടസ്സമാണെന്ന് അറിഞ്ഞിട്ട് അവരിരുവരും ചേർന്ന് തീരുമാനിച്ചു ഈ കുഞ്ഞിനെ തീർക്കണം. അതിൻ്റെ ബാക്കി പത്രമായിരുന്നു ഈ കൊടിയ പീഡനങ്ങൾ, ഈ ക്രൂരമായ പീഡനങ്ങൾ. അഖിലയുടെ അമ്മ പറഞ്ഞതാ, ഞാൻ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം. അവൾ സമ്മതിച്ചില്ല. ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ അച്ഛൻ, അഖിലയുടെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛൻ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതാ. സമ്മതിച്ചില്ല. കാരണം എന്താ? ഇവർക്ക് 2 പേർക്കും കൂടി ചേർന്ന് ഈ കുഞ്ഞിനെ കൊല്ലണം, ക്രൂരമായി കൊല്ലണം. അതിനുവേണ്ടി മൃഗീയ പീഡനമാണ് ഇവർ ചെയ്തത്, ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ കൊണ്ട കൊടുക്കുകയോ ഏതെങ്കിലും ഓർഫണേജിൽ കൊണ്ട് കൊടുക്കുകയോ ചെയ്താൽ തിരിച്ചറിയും എന്നുള്ളതാണ് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്രേരണ ഇവർക്കുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇവർ 2 പേരോടെ ചേർന്ന്, ഈ അഖിലയും രണ്ടാനച്ഛനോടെ ചേർന്ന് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഒന്ന് ശ്രമിച്ചതാണ്. പക്ഷേ അന്ന് ഈ കുഞ്ഞിൻ്റെ പെടച്ചിൽ കണ്ടിട്ട് തള്ള പറഞ്ഞു, അഖില പറഞ്ഞു, ഞാൻ ഉള്ളപ്പം വേണ്ട, ഞാൻ അങ്ങ് മാറിത്തരാം, ഞാൻ ഇല്ലാത്തപ്പം ചെയ്തോളാം. അതിനുശേഷം അമ്മയില്ലാതെ എന്ന് പറഞ്ഞാൽ ആ അമ്മ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി കൊടിയ ക്രൂരതകൾ അഴിച്ചുവിട്ടു. കുഞ്ഞിനെ ഭീകരമായി മർദ്ദിച്ചു. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരിച്ചെന്ന് മനുഷ്യനെ പോലീസിനെ ഒക്കെ ധരിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു പരിപാടി. അതിനുവേണ്ടി ഭക്ഷണം കൊടുത്തിട്ട് പലവട്ടം തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു. പക്ഷേ ഇയാൾ ഉദ്ദേശിച്ച പോലെ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങിയില്ല. അവസാനം മടുത്തു കഴിഞ്ഞപ്പോൾ തല പിടിച്ച് ഭിത്തിയാൽ അടിപ്പിച്ചു. ചില മാധ്യമങ്ങൾ പറയുന്നത് തലയുടെ പുറകിൽ നിന്ന് അടിച്ചെന്ന്. എന്നതാണെങ്കിലും അതോടുകൂടി കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് കുഴഞ്ഞു വീണ് കുഞ്ഞിൻ്റെ വായി നിറയെ കുറച്ച് ഭക്ഷണം തള്ളിക്കയറ്റി വെച്ചു. കൊച്ചു വലിയ ശബ്ദത്തോടെ ഛർദ്ദിച്ചു. ആ ഛർദിയുടെ ഒച്ച കേട്ടുകൊണ്ട് നാട്ടുകാർ വന്നു പിടിച്ചു. ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ആ കുട്ടിയോട് കാണിച്ചത്. ഇനി അതിൻ്റെ 2ാം ഭാഗം എന്ന് പറയുന്നത്, ഈ പ്രതിയെ തെളിവെടുക്കാൻ വേണ്ടി സ്ഥലത്ത് കൊണ്ടുവന്നു. ജനക്കൂട്ടം രോഷമായി. അവനവനിട്ട് കുറേയെല്ലാം ചെയ്തു. പോലീസുകാരിങ്ങനെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. നിയമപരമായി പോലീസുകാർ ചെയ്തത് ശരി തന്നെയാണ്.
ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവനെ സംബന്ധിച്ച്, ഈ പ്രതിയായ അഷ്കറിനെ സംബന്ധിച്ചും അമ്മയായ അഖിലയെ സംബന്ധിച്ചും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടുകാരൻ്റെ നികുതി പണത്തിൽ പോലീസ് ജീപ്പിൽ സുഖകരമായ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കഴിഞ്ഞ് സബ് ജയിലിൽ ചെന്നാൽ മാന്യമായ ഭക്ഷണം, ഇത് കഴിഞ്ഞ് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ മാന്യമായ ഭക്ഷണം, മട്ടനും ചിക്കനും മീനും പുഴുക്കും ചോറും ചപ്പാത്തിയും പച്ചക്കറിയും ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചേർന്നുള്ള ഭക്ഷണം, ഇത് മുഴുവൻ നാട്ടുകാരൻ വഹിക്കണം. ഇത് കഴിഞ്ഞിട്ടോ 10 കൊല്ലം 12 കൊല്ലത്തിന് സുഖജീവിതം. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ശമ്പളം 10 ഇരട്ടി. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോടും ചോദിക്കട്ടെ, ആ തടവുകാരുടെ ശമ്പളം 10 ഇരട്ടി വർദ്ധിപ്പിച്ച നടപടി കേരളത്തിലെ പൊതുജനങ്ങളിൽ ഒരാളും അംഗീകരിക്കുന്നില്ല. അത് നിങ്ങൾക്കൊന്ന് ക്യാൻസൽ ചെയ്യാമോ? LDF അത് വർദ്ധിപ്പിച്ചിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം തന്നെ പൊതു താല്പര്യ ഹർജിയായിട്ട് പോയി. ആവശ്യത്തിനുള്ള തെളിവില്ലാതെ പത്രക്കട്ടിങ്ങും വെച്ചുകൊണ്ട് ഹൈക്കോടതി കൊണ്ട് പൊതു താല്പര്യ ഹർജി കൊടുത്തു. ഹർജി തള്ളിപ്പോയി. ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. ഇനി ഒരുത്തൻ അതിൻ്റെ പുറകെ ഒരു പൊതു താല്പര്യ ഹർജിയും കൊണ്ട് പോകണമെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ കണ്ടമാനം നൂലാമാലകളാണ്. അകത്ത് കിടക്കുന്ന അളിയന്മാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തത്. ഇപ്പം വെളിയിൽ നടക്കുന്നവന്മാർ നോക്കുമ്പം എന്നാ ചെയ്താൽ ഇവിടുത്തെ നിയമത്തിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സംഭവം കഴിഞ്ഞ് കഴിയുമ്പോഴോ സുഗമമായിട്ട് പോലീസ് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയിക്കോളും. സിദ്ധാർത്ഥനെ കൊന്ന പ്രതികളെയും പോലീസ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയാൽ പരീക്ഷ എഴുതിച്ചത്. പോലീസിൻ്റെ ഭാഗത്തിന് ആയതുകൊണ്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ നോക്കുമ്പോൾ അതൊക്കെയാണ് ശരി. പക്ഷേ ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് അതനുഭവിച്ച വേദനയുടെ ഒരംശമെങ്കിലും ആ ജനക്കൂട്ടത്തിൻ്റെ കൈ കിട്ടിയായിരുന്ന ജനക്കൂട്ടം അവനെ കാണിച്ചു കൊടുത്തനെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് UP പോലീസിൻ്റെ നടപടികളും തമിഴ്നാട് പോലീസിൻ്റെ നടപടികളും ഒക്കെയാണ് ജനങ്ങൾ നോക്കുമ്പം വളരെ നല്ലതെന്ന് തോന്നിപ്പോവുക എന്നുള്ള സത്യം. അവൻ എന്താണ് ആ കുഞ്ഞിനോട് കാണിച്ചത്? 2 കൈയും തല്ലി ഒടിച്ചു, ജനനേന്ദ്രിയം കീറി മുറിച്ചു, കൈയും കാലും പൊള്ളിച്ചു, ഭീകരമായ മർദ്ദനം ആ കുഞ്ഞിനോട് ചെയ്തു. അവനെ എന്തിന് ഇത്ര ഡീസൻ്റായിട്ട് സംരക്ഷിച്ച് അവസാനം കോടതി കൊണ്ടുപോയി അവനെ നാട്ടുകാരൻ്റെ നികുതി പണത്തെ സംരക്ഷിച്ച് അവന് മട്ടനും ചിക്കനും എല്ലാം കൊടുത്ത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ആവശ്യത്തിലധികം പരോളും കൊടുത്ത് അവനെ ഇങ്ങനെ ഇറക്കി വിടും. നാട്ടിൽ കിടക്കുന്ന യാതൊരു മൂല്യമില്ലാത്ത ഏതെങ്കിലും ഒരു വക്കീൽ അവനെ രക്ഷിക്കാനും വരും. ചിലപ്പോൾ അവസാനം വന്നു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയാനും പറ്റാതെ വരും. പല സംഭവങ്ങളിലെയും പ്രതികൾ നടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മളിതാ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് നീതി കിട്ടണം. ആ കുഞ്ഞിൻ്റെ വേദനയ്ക്കൊരു മറുപടി ഉണ്ടാകണം. ഞാൻ പൊതുസമൂഹത്തോട് പറയട്ടെ, ഇങ്ങനെയുള്ള നിഷ്കളങ്ക രക്തം ഭൂമിയിൽ വീണാൽ, മണ്ണിൽ വീണാൽ അത് അവസാനം ആ നാട് തന്നെ നശിക്കാനിടയാവും. ഇപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ ചോര, നിതിൻ രാജിൻ്റെ ചോര, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ ചോര ഇത് വീഴുമ്പോൾ ചിലപ്പോൾ ആ നാട് തന്നെ നശിക്കാനിടയാവും. ഈ കേരളം ഓരോ ദിവസവും ഇങ്ങനെ മുടിഞ്ഞ് നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് 10 ഇരട്ടി ശമ്പളം കൊടുത്ത് മട്ടനും ചിക്കനും മീനും ചോറും പുഴുക്കും എല്ലാം കൂടെ കൊടുത്ത് ജയിലുകളിലിട്ട് പുഷ്ടിപ്പെടുത്തി ആവശ്യത്തിന് പരോളും കൊടുത്ത് ഇറക്കി വിടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാതെ എന്തെങ്കിലുമൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ ചെയ്യുക. എന്നിട്ട് ഇവനൊക്കെ 10-12 വർഷം ഇരുട്ടറയ്ക്കകത്ത് കിടക്കട്ടെ. ഒരു ദിവസം ഒരു നേരത്തേനുള്ള എന്തെങ്കിലും ജീവൻ കൊടുക്കാനുള്ളത് കൊടുക്ക് ഭക്ഷണം, എന്നിട്ട് അങ്ങനെ കിടക്കട്ടെ. ഇവനെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്ന പണം 10 ഇരട്ടി കൊടുത്ത് വൻ തുകയായിട്ട് വെളിവിടാതെ എന്തെങ്കിലുമൊക്കെ കൃത്യമായ നടപടികൾ എടുക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ടും ആ കുഞ്ഞിനോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ കുഞ്ഞിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും സമൂഹത്തിന് വേണ്ടി മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.